ഇന്ന് നമുക്ക് കുറേ ഐറ്റങ്ങൾ വിളവെടുക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ അമര അങ്ങ് നീണ്ടുപോയി, അത് പ്ലാന്റ് അങ്ങ് നീണ്ടുപോയി. അമരയ്ക്ക എടുത്തു. അതിന് ശേഷം നമ്മൾ കത്തിരിക്ക എടുക്കുകയാണ്. കത്തിരിക്ക 2-3 കത്തിരിക്ക എടുക്കാൻ പാകമായിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്നു. അതിന് ശേഷം ഒരു കത്തിരിക്കയും കൂടെ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കാം. അങ്ങനെ 3 കത്തിരിക്ക കിട്ടിയിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞു. അതുകൂടാതെ പിന്നെ ഞാൻ നോക്കുന്നത് വഴുതനയാണ്. അപ്പോൾ വഴുതന നല്ല നീണ്ട് നല്ല പാകമായിട്ട് നിൽക്കുകയാണ്. അപ്പം വഴുതനങ്ങ എടുത്തു. വഴുതനങ്ങ അതിന് ശേഷം തക്കാളി നമ്മൾ പിക്ക് ചെയ്തു. കുറേ പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു. ആ തക്കാളി നമ്മൾ എടുത്തു. അങ്ങനെ തക്കാളി എടുത്തിട്ട് ഇനി എന്തോ ഉണ്ട് എടുക്കാമെന്നും പറഞ്ഞ് ഒരു തക്കാളിയും കൂടെ എടുത്തു. അതിന് ശേഷം ഇനി എന്തോ ഉണ്ട് എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് വീണ്ടും 2 തക്കാളിയും കൂടെ കണ്ണിൽപ്പെട്ടത്. അതും കൂടെ എടുത്തു. അതിന് ശേഷം നമ്മുടെ ഉണ്ടമുളക്, പാകമായിട്ട് നിൽക്കുന്ന ഉണ്ടമുളകുകളൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. പാകമായ മുളകുകൾ എടുത്ത് മാറ്റിയെങ്കിലേ വീണ്ടും പുതിയ പൂക്കളൊക്കെ വരത്തുള്ളൂ. നമ്മൾ മുളക് നമ്മൾ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുളക് ഏകദേശം മുളക് എടുത്ത് കഴിഞ്ഞു. ഇനി എന്തുണ്ട് എടുക്കാനെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഒരു മുളകും കൂടെ കണ്ണിൽപ്പെട്ടു. അതും കൂടെ എടുത്തു. അതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കയാണ് എടുക്കുന്നത്. വെണ്ടയ്ക്ക പാകമായിട്ട് നിൽക്കുകയായിരുന്നു. അതിൽ സാധാരണ വെണ്ടയ്ക്ക 2 എണ്ണം കിട്ടി. അതിന് ശേഷം 2-3 വെണ്ടയ്ക്ക ഓർഡിനറി ആയിട്ടുള്ള വെണ്ടയ്ക്ക കിട്ടി. എനിക്ക് പിന്നെ ആനക്കൊമ്പൻ വെണ്ടയ്ക്കയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൻ നല്ല പാകമായിട്ട് നിൽക്കുകയായിരുന്നു. 3 ആനക്കൊമ്പൻ വെണ്ടയ്ക്ക കിട്ടി. അങ്ങനെ എൻ്റെ മിക്കവാറും എടുക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറേ ഐറ്റങ്ങൾ ഞാൻ ഇന്ന് പേക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്ദി.